നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നെയ്മർ സാൻഡോസിലേക്ക് എത്തിയേക്കുമെന്നുള്ള വാർത്ത ഇങ്ങനെ പ്രചരിക്കുകയാണല്ലോ. സാൻഡോസിൻ്റെ കോച്ചിനോട് തന്നെ അതിനെക്കുറിച്ച് ഇന്ന് മാധ്യമങ്ങൾ ചോദിക്കുകയുണ്ടായി. ഇപ്പം പോണ്ടെ പ്രീറ്റയ്ക്കെതിരെയുള്ള മത്സരം 1-1 സമനില അവർ കുരുങ്ങി. ആ കളിക്ക് ശേഷമാണ് മാധ്യമങ്ങൾ സാൻഡോസിൻ്റെ പോർച്ചുഗലുകാരനായ കോച്ച് പെഡ്രോ കൈക്സീഞ്ഞയോട് നെയ്മറെക്കുറിച്ച് ചോദിക്കുന്നത്. അൽ ഹിലാലിൻ്റെ കോച്ച് പോർച്ചുഗലുകാരനാണ്, ഓർഗെ ഹീസസ്. അദ്ദേഹമാണ് നെയ്മർ ജൂനിയറെ സൗദി പ്രോ ലീഗിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല, അതിനുള്ള നിലവാരമില്ല എന്നൊക്കെ പറഞ്ഞത്. ഏതായാലും സാൻഡോസ് നെയ്മറുടെ കുട്ടിക്കാല ക്ലബ്ബാണ്. അവർക്ക് അദ്ദേഹത്തെ തിരികെ എത്തിക്കാൻ താല്പര്യമുണ്ട്. ഈ ഘട്ടത്തിൽ കഴിഞ്ഞ വർഷം അവരുടെ കോച്ചായിട്ടെത്തിയ പോർച്ചുഗീസുകാരൻ പെഡ്രോ കൈക്സീഞ്ഞ ചില കാര്യങ്ങൾ നെയ്മറെക്കുറിച്ച് ചോദിക്കുമ്പോൾ പറയുന്ന മറുപടിയുണ്ട്. നമ്മളൊന്ന് നോക്കുകയാണ്. അദ്ദേഹം പറയുന്നു, ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് കഴിഞ്ഞ കളിയെക്കുറിച്ച് പറയാനാണ്, പോണ്ടെ പ്രീറ്റയ്ക്കെതിരെയുള്ള കളിയെക്കുറിച്ച് പറയാനാണ്. പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ അതാണ്, അല്ലാതെ മറ്റ് കാര്യങ്ങൾ സംസാരിക്കാനുള്ളതല്ല. എന്നാലും ഒരു കാര്യം പറയാം, നെയ്മർ ജൂനിയറെ പോലൊരു താരത്തെ തൻ്റെ സ്ക്വാഡിൽ വേണ്ട എന്ന് പറയുന്ന ഏത് മാനേജറാണ് ഉണ്ടാവുക? പക്ഷേ ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട് ഒഫീഷ്യൽ ന്യൂസുകളൊന്നുമില്ല. അത് സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വളരെ ഹാപ്പി ആയിരിക്കും, അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാനുണ്ടാവും. ഇല്ലെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാനില്ല. ഞാനിവിടെ സ്പെക്കുലേഷൻസിനെ കുറിച്ച് സംസാരിക്കാനില്ല. കാരണം ഇപ്പോൾ അത് വെറും സ്പെക്കുലേഷനാണ്, നെയ്മർ വരും എന്നുള്ളത്. എനിക്ക് ആ പ്ലെയറെ നേരിട്ടറിയില്ല, എനിക്ക് അദ്ദേഹത്തെ പേഴ്സണലായിട്ട് അറിയില്ല, അദ്ദേഹം ഇപ്പോൾ ഏത് കണ്ടീഷനിലാണുള്ളത് എന്നും അറിയില്ല. പക്ഷേ നെയ്മർ ഒരു വേൾഡ് ക്ലാസ് പ്ലെയറാണ്, ഫാൻറ്റാസ്റ്റിക് പ്ലെയറാണ്. അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി നമുക്ക് അവഗണിക്കാൻ പറ്റില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഏത് ടീമിനും അദ്ദേഹത്തെ വേണമെന്ന് തോന്നും തീർച്ചയായിട്ടും. പക്ഷേ അതിനു മുമ്പ് നമുക്കിപ്പോൾ ഇവിടെ ഈ ടീമിൽ കുറേ കാര്യങ്ങൾ ഫിക്സ് ചെയ്യാനുണ്ട്, കൺസോൾട്ടേറ്റ് ചെയ്യാനുണ്ട്. എന്തായാലും ടീമിൻ്റെ ഓർഗനൈസിങ് അത് ഡിഫൻസിലും അറ്റാക്കിങ്ങിലും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ടീമിനൊരു ബാലൻസാണ് ആദ്യം വേണ്ടത്. എന്നിട്ട് നെയ്മർ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഏത് കോച്ചാണ് നെയ്മർ വേണ്ടെന്ന് പറയുക? പക്ഷേ ഇപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. അതുമാത്രമാണ് എൻ്റെ വായിൽ നിന്ന് ഇപ്പോൾ വരികയുള്ളൂ എന്നാണ് കോച്ച് കൈക്സീഞ്ഞ പറയുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.